ഹരിശ്രീ ഗണപതിയെ നമ വിക്രമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ, അതായത് നവംബർ 16 മുതൽ ഡിസംബർ 15 വരെയുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ഇതിൽ അശ്വതി നാൾക്കാർക്കും കുറച്ച് കാര്യങ്ങൾ അശ്വതിയുണ്ട്, ഭരണിയും കാർത്തികയുടെയും കൂടി മൂന്ന് നാളുകളുടെ ഇതാണ് ഈ പറയുന്നത്. മുടങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. ബന്ധുഗുണം വർദ്ധിക്കും. ബന്ധുക്കളുടെ ഗുണമുണ്ടാകും. കുടുംബസമേതമുള്ള യാത്രകൾ നടത്തും. എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ കുടുംബസമേതം പോകും. ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും. തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും. ഭാഗ്യപുഷ്ടി വർദ്ധിച്ച് നിൽക്കുന്ന മാസമാണ്. അതായത് ഈ മാസം എന്തുകൊണ്ടും നല്ലതാണെന്നുള്ളത് അർത്ഥം. ധനപരമായ ആനുകൂല്യം ഒക്കെ ഉണ്ടാവും. വ്യവഹാരങ്ങളിൽ വിജയം. കൃഷിഭൂമിയിൽ നിന്ന് ധനലാഭം. തൊഴിലിൽ അനുകൂലമായ സാഹചര്യം. പ്രവർത്തന വിജയം കൈവരിക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് ഈ മാസം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല്ല് ചലയ്ക്കുന്നുണ്ട്. സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കും. തൊഴിൽ മേഖല ശാന്തമാക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അധിക ശ്രദ്ധ പുലർത്തുക. അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലോ. നമ്മൾ മര്യാദയ്ക്ക് യാത്ര ചെയ്താലും നമ്മളിലേക്ക് എത്തുന്ന അപകടങ്ങളാണ് ഒരുപാടുണ്ടാകുന്നതുകൊണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും. പെട്ടെന്ന്, അതായത് അവിചാരിതമായിട്ട് യാത്രകൾ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും എവിടെയെങ്കിലും പോകാമെന്നോ അല്ലെങ്കിൽ പോകേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാകും. അതാണ് അവിചാരിതമായ യാത്രകൾ വേണ്ടി വന്നേക്കാം. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. വീടിനെ മോടി കൂട്ടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിനുക്കുപണികളുണ്ടെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തടസ്സങ്ങളൊക്കെ മാറി കാര്യപുരോഗതി ഉണ്ടാകും. ദോഷം മാറുന്നതിന് വിഷ്ണു ഭജനം നല്ലതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉള്ള ദോഷം മാറാനായിട്ട് വിഷ്ണു ഭജനം നന്നായിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ സമയത്തും അത് തന്നെയുള്ള വൃശ്ചിക മാസമല്ലേ. അപ്പോൾ ഭജനം ചെയ്യുന്നൊരു ടൈമാണ് വൃശ്ചികം ധനു എന്ന് പറയുന്നത്. അതുപോലെ ഭവനത്തിൽ ഭാഗവത പാരായണം നമ്മൾ സ്വയമേ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ വായിച്ചാൽ മതി. മലയാളം അറിയാമല്ലോ, മലയാളത്തിലുണ്ടല്ലോ. മലയാളത്തിൽ നമ്മൾ വായിച്ചാലും മതി, നമുക്കതിനുള്ള ഫലം കിട്ടും. പിന്നെ ജന്മനക്ഷത്രത്തിൽ, അതായത് ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. അത് നല്ല ഏറ്റവും ഗുണം ചെയ്യുന്നത്. ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അവധിയെടുത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സഹോദരൻ്റെ നിർബന്ധത്താൽ പൂർവ്വ സ്വത്ത് ഭാഗം വയ്ക്കേണ്ട ഒരു തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കും. പിന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിനൊക്കെ ചേരും സാധ്യതയുണ്ട്. പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. കുടുംബസമേതം യാത്ര ചെയ്യുന്നൊരു കാര്യം കാണുന്നുണ്ട്, നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും. അപ്പോൾ നമ്മളുടെ ജന്മനാളിൽ ഒരു ആയുസ്സൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, എല്ലാം ആ ഒരു കാര്യമാണ് ഇപ്പോൾ നന്നായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ മാസം എല്ലാം കൊണ്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മാസമായിരിക്കട്ടെ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.